സഭയിൽ ആശാവർക്കർമാരുടെ വിഷയം സബ്മിഷനായി വി ഡി സതീശൻ ഉന്നയിച്ചു. മന്ത്രി എം പി രാജേഷാണ് മറുപടി പറഞ്ഞത്. സമരക്കാരുടെ അനുഭാവപൂർണ്ണമല്ലാത്ത സമീപനം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു കഴിഞ്ഞ ദിവസം. ഈ സമരം ഒത്തുതീർപ്പാക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും അന്ന് ഈ സമരം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരോഗ്യമന്ത്രിയുടെയും NHM ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഒരു ശ്രമം നടത്തിയുണ്ടായി. ദൗർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടു. പക്ഷെ നമുക്കറിയാമല്ലോ സാർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭരണ നേതൃത്വത്തിലുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായിട്ടുള്ള ആളുകൾ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്ന ഒന്നല്ല. തുടർച്ചയായി അത് ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് ആഗ്രഹിക്കുന്നത്. ഇത് തീർത്ത് അവസാനിപ്പിച്ച് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സബ്മിഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. സാർ, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞതും ഞങ്ങൾ അറിഞ്ഞതും കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ട് കൂടി ചർച്ച നടത്തുന്നതാണ്. ഞങ്ങൾ ഇവിടെ നിയമസഭയിൽ ഈ കാര്യത്തിന് വേണ്ടി ശക്തിയായി ആവശ്യപ്പെടുമ്പോൾ തന്നെ പാർലമെന്റിലെ UDF MPമാർ പാർലമെന്റിന്റെ അകത്തും പാർലമെന്റിന്റെ പുറത്തും കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടർച്ചയായ സമരവും ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല. എന്താണ് കാര്യം നമുക്കറിയില്ല. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയതാണ് കാണാൻ പറ്റാത്തതെന്നും അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയെങ്കിൽ അതൊരു ശരിയായ സമീപനം അല്ല എന്ന് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയാൽ അത് മന്ത്രിയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത്. ഞാൻ ആ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ റിക്വസ്റ്റ് ഗവൺമെന്റ് മുൻകൈയെടുത്ത് അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് നമ്മുടെ MPമാർ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെന്റ് കൂടി അക്കാര്യത്തിൽ ശ്രമിച്ച് ഈ വിഷയം നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് അവരുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞാൻ ഈ കാര്യത്തിൽ സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സഭയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇവിടെ പറഞ്ഞു മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിച്ചത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ചർച്ച നടക്കുകയുണ്ടായി. സർ, ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും പിടിവാശിയല്ല. ചില വസ്തുതകൾ ഒരിക്കൽ കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. സർ, ഈ സർക്കാരിന് ആശാമാരുടെ പ്രശ്നത്തോട് എല്ലാ കാലത്തും അനുഭാവമാണുള്ളത്. അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് തെളിയിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഓണറേറിയം 1000 രൂപയാണ് 2015-16. ദയവായിട്ട് ക്ഷമയോടെ കേൾക്കണം. ഞാൻ തർക്കത്തിനല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ച അതേ സ്പിരിറ്റിലാണ് ഞാനും ഗവൺമെന്റിന് വേണ്ടി ഇതിന് മറുപടി പറയുന്നത്. പക്ഷെ വസ്തുത നമ്മൾ പറയണമല്ലോ. 16-17 1500, 17-18 2000, 18-19 4000, 19-20 4500, 20-21 5000, 21-22 6000, 23 ഡിസംബറിൽ 7000 ആയിട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പം നമ്മൾ 7000 രൂപയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഓണറേറിയം കൊടുക്കുന്നത്. സാർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിന്റെ ഒരു മറുപടി ഇവിടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഇങ്ങനെയെല്ലാമാണ് വസ്തുതകളെ തമസ്കരിക്കുന്നത് എന്നാണ്. സാർ, ഇന്ന് 11/3/2025 രാജ്യസഭയിൽ കൊടുത്ത മറുപടിയാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഇൻസെന്റീവിനെ കുറിച്ചുള്ളതാണ്. കേരള ₹6,000 per month
ആശ ഓണറേറിയം ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട്. സമരം ചെയ്യുന്നവർക്കും തർക്കമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൽ 7,000 കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള മറുപടി 6,000 എന്നാണ്. ഈ സമരം നടക്കുമ്പോൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഇവിടെ സമരം നടക്കുമ്പോൾ. ഇതെന്താണ് സർ കാണിക്കുന്നത്? സംസ്ഥാനത്തിനോട് ഈ സാധാരണ പാർലമെന്റിലെ ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് നിന്ന് വിവരം ശേഖരിച്ചിട്ടാണ് മറുപടി കൊടുക്കുക. ഇവിടെ നിന്നൊരു വിവരവും ശേഖരിച്ചിട്ടില്ല. അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ നമ്മൾ ഇതിലൊക്കെ സംശയിക്കേണ്ടത്? ആർക്കും തർക്കമില്ലാത്ത വസ്തുതയാണ് 7,000 കൊടുക്കുന്നു എന്നത്. എന്നിട്ട് പാർലമെന്റിൽ കൊടുക്കുന്ന മറുപടിയിൽ 6,000 എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. സർ, വേറൊരു പ്രചരണത്തിന്റെ കൂടി വസ്തുത ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നടത്തിയൊരു പ്രചരണമാണ്. സിക്കിമിൽ 10,000 ഉണ്ടെന്നുള്ളതാണ്. മന്ത്ലി ഫിക്സഡ് ഓണറേറിയം സിക്കിം മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് ₹6,000 ഡിസ്ബേഴ്സ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട്. ഒരു ഭാഗത്ത് 10,000 എന്ന് ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. സിക്കിമിൽ അത് 6,000 ആണെന്ന് മറുപടി പറയുന്നു. കേരളത്തിൽ 7,000 കൊടുക്കുന്നത് 6,000 എന്നീ മറുപടിയിൽ തെറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. നമ്മുടെ MP-മാർക്ക്, പ്രത്യേകിച്ച് രാജ്യസഭയിലുള്ള MP-മാർക്ക് ഇക്കാര്യത്തിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാവുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഹുമാനായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ്, ദീർഘകാല MP ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ മന്ത്രി MP രാജേഷാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകുന്നത്. സബ്മിഷനിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷനിലാണ് മറുപടി.